ഹായ് ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മമ്മൂക്ക ഇവിടെ ഇക്കയെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. സോഷ്യൽ മീഡിയയിലൊന്നും സാധാരണ ഇക്കയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും, അതായത് മലയാളത്തിൻ്റെ താരരാജാക്കന്മാർ രണ്ടുപേരാണല്ലോ, ഒന്ന് ലാലേട്ടൻ, മമ്മൂക്ക. അതിൽ ലാലേട്ടനേക്കാൾ ഒരുപാട് മുന്നിലാണ് സോഷ്യൽ മീഡിയ യൂസിൻ്റെ കാര്യത്തിൽ മമ്മൂക്ക എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. FBയിലായാലും വാട്സപ്പിലായാലും അങ്ങനെ ലൈവായിട്ട് എപ്പോഴും കളം നിറങ്ങി ഒരു ആഴ്ചയിൽ 3-4 പോസ്റ്റെങ്കിലും മിനിമം ഇക്ക ഇടാറുണ്ട്. അങ്ങനെ യൂത്തന്മാരെക്കാൾ ഒരു പടി മുന്നിൽ അവർക്കൊപ്പം കിടപിടിച്ച് നിൽക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് രീതിയിൽ ഇങ്ങനെ മെരുക്കി മുന്നോട്ട് പോകുന്നൊരു സ്റ്റാറാണ്, മെഗാസ്റ്റാറാണ് നമ്മളുടെ മമ്മൂക്ക. അപ്പോൾ ആ മെഗാസ്റ്റാറിനെ കുറേ ദിവസങ്ങളായിട്ട്, ഏകദേശം ഒരു 10-12 ദിവസത്തോളമായി സോഷ്യൽ മീഡിയയിൽ കാണാതായി, അല്ലെങ്കിൽ കാണുന്നില്ല. ലൈവായിട്ട് കാണാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. മമ്മൂക്ക എവിടെ? മമ്മൂക്ക അഭിനയം നിർത്തിയോ? ലാസ്റ്റ് സിനിമയാണോ MMM പിന്നെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയും? ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് ഇപ്പോഴും ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല. ചിലരൊക്കെ പറയുന്നു പ്രായാധിക്യമായ കാരണങ്ങൾ കൊണ്ട് സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുവാണ്. ഇനി 1-2 സിനിമയും കൊണ്ട് ഏകദേശം സിനിമാ ജീവിതം, അഭിനയ ജീവിതം നിർത്താൻ ഉള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായിട്ട് വരട്ടെ, അത്രയും നാളെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നല്ലാതെ എന്ത് പറയാൻ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ യൂത്ത് സൂപ്പർ സ്റ്റാറുകളെക്കാളും അല്ലെങ്കിൽ യൂത്ത് നടന്മാരെക്കാളെല്ലാം ഒരുപാട് മുന്നിൽ ടെക്നിക്കൽ പരമായിട്ട് ചിന്താശേഷി കൊണ്ടും ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു താരം തന്നെയായിരുന്നു മമ്മൂക്ക. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പോസ്റ്റ് നമുക്കറിയാം, പഹൽഗ്രാം, അത് ഒരു ഇതുണ്ടല്ലോ, കാശ്മീരിലെ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് തീവ്രവാദി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അവസാനം ഇട്ടത് 23-ാം തീയതി. ഇതിപ്പോൾ ഇന്ന് 3-ാം തീയതിയായി. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസത്തോളം ഗ്യാപ്പ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല, അദ്ദേഹത്തെ കാണുന്നില്ല. പിന്നെ അതിന് മുൻപിട്ടത് കളങ്കാവലിൻ്റെ ഒരു പോസ്റ്റർ, ഒരു ലുക്ക് പോസ്റ്ററും ഒക്കെ ഇട്ടിട്ടായിരുന്നു വന്നത്. എന്തായാലും ഇത്രയധികം ഗ്യാപ്പ് വന്ന സ്ഥിതിക്ക് ഇനിയും മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ തിരിച്ച് ആക്റ്റീവായിട്ട് വരുന്നതിനായിട്ടും അങ്ങനെ ഒന്നും അഭിനയം നിർത്തേണ്ടതില്ല. കാരണം കുറേ അധികം കണക്കുകൾ മമ്മൂക്ക എന്ന ഈ മെഗാസ്റ്റാറിന് ഈ നമ്മളുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ ഇക്കയ്ക്ക് തീർക്കാനായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ലാലേട്ടൻ ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത് മുന്നോട്ട് പോവുകയാണ്. താരരാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ എത്രയോ മുകളിൽ കുറേ അധികം പൊട്ടിപ്പാളിസായി നിന്നിട്ട് പോലും ലാലേട്ടൻ ഒരു ചെറിയൊരു കമ്മിങ് ബാക്ക് നടത്തിയാൽ തന്നെ ഗംഭീരമായിട്ട് ബോക്സ് ഓഫീസ് കത്തിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല സിനിമകളായിരുന്നു കുറേ നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് 1-2 ടോപ്പ് സിനിമ വന്നെന്നല്ലാതെ ഒരു കുറേ വർഷങ്ങളായിട്ട് നോക്കുമ്പോൾ നല്ല സെലക്റ്റീവായിട്ട് യൂത്തന്മാർക്കൊപ്പം, പുതിയ സംവിധായകർക്കൊപ്പവും, പുതിയ രീതിയിലുള്ള പുതിയ ടെക്നോളജിയിലുള്ള പുതിയ അഭിനയ ഭ്രാന്ത് കൊണ്ട് പുതിയ രീതിയിലുള്ള സിനിമകളൊക്കെ നമുക്ക് മമ്മൂക്കയിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിഷമകരമായിട്ടുള്ള കാര്യം, മമ്മൂക്കയ്ക്ക് ഇപ്പോഴും കുറേ അധികം നേട്ടങ്ങൾ അന്യം നിൽക്കുകയാണെന്നുള്ളതാണ്. ഒന്ന്, നമുക്കറിയാം, മലയാള സിനിമയിൽ ആദ്യ 10 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ, വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ ഒരു ലിസ്റ്റ് നോക്കുമ്പം ആദ്യ 10 സ്ഥാനങ്ങളിൽ ഒരു സിനിമ പോലും മമ്മൂക്കയ്ക്കില്ല എന്നുള്ളത് ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. മമ്മൂക്ക ഇപ്പം MMM എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ട് അതിലൂടെ 100, 150, 200 കോടി നേടിയിട്ട് കാര്യമില്ല. മമ്മൂക്കയുടേതായി ഒരു സിനിമ ഒറ്റയ്ക്ക് വന്ന് ആദ്യ 10 ഇടം നേടണം എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പം 10 13-ാം സ്ഥാനത്താണ് മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഭീഷ്മപർവ്വം സിനിമ നിൽക്കുന്നത്. 88 കോടി രൂപ നേടിയ ഭീഷ്മപർവ്വം വെറും 13-ാം സ്ഥാനത്താണ് വേൾഡ് വൈഡ് കളക്ഷൻ്റെ കാര്യത്തിൽ നിൽക്കുന്നത്. പിന്നെ 50 കോടി എന്ന ഒരു നേട്ടം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം കളക്ഷൻ നേടിയ ഒരു സിനിമയും ഇല്ല എന്നുള്ളത് വിഷമകരമായിട്ടുള്ള കാര്യമാണ്. നിന്നും പോകുന്നവരെല്ലാം തന്നെ നേട്ടങ്ങൾ കൊയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത്രയധികം എക്സ്പീരിയൻസും താരരാജാവായിട്ട് പോലും അദ്ദേഹത്തിന് ഒരു 50 കോടി കേരള കളക്ഷനായിട്ട് നേടാൻ സാധിച്ചിട്ടില്ല എന്നും ഉള്ളത് ഒരു വിഷമകരമാണ്. അതും നേടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അപ്പം മമ്മൂക്ക അഭിനയം നിർത്തുന്നതിന് മുമ്പ് മമ്മൂക്കയുടേതായ ഒരു സിനിമ ഈ നേട്ടവും കൊയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ മമ്മൂക്ക ഇത്രയും നാളായിട്ടും വന്നോലും നിന്നോലും യൂത്ത് നടന്മാർ പോലും മമ്മൂക്ക വഴിക്ക് നേടാൻ പറ്റാത്ത 100 കോടി എന്ന ആ ഒരു നേട്ടം
മമ്മൂക്ക എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു 100 കോടി സിനിമ തന്നേ പറ്റൂ. മമ്മൂക്ക തീർച്ചയായിട്ടും ഒരു 100 കോടി ക്ലബിലെത്തുന്ന ഒരു സിനിമ മമ്മൂക്കയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഒരു മെഗാസ്റ്റാർ എന്ന നിലയിൽ എല്ലാവരും 100 കോടി ക്ലബിലെത്തുമ്പോൾ എന്തിന് ലാലേട്ടന് പോലും 4ാമത്തെ 100 കോടി ചിത്രമായിരുന്നു കഴിഞ്ഞ ദിവസം ഇറങ്ങിയ തുടരും സിനിമ. അതിൽ ആദ്യ 10ൽ നോക്കുമ്പോൾ 4 സിനിമയും ആദ്യ 10ൽ, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 4 സിനിമകളുണ്ട് മോഹൻലാലിന്. 50 കോടി ക്ലബിലെത്തിയ 2 സിനിമകൾ മോഹൻലാലിനുണ്ട്, ലാലേട്ടനുണ്ട്, എമ്പുരാനും ഉണ്ട്, ഇപ്പം തുടരും സിനിമയുണ്ട്. ഇനി ഈ ഓപ്പണിംഗ് 100 കോടി ക്ലബിൻ്റെ കാര്യത്തിലും 4 സിനിമയും ഉണ്ട്. മമ്മൂക്കയ്ക്ക് ഒരെണ്ണം പോലും ഇല്ല എന്നുള്ളത് വലിയൊരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. മമ്മൂക്ക ഇനി എന്നാണ്? മമ്മൂട്ടി ആരാധകരെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ വെറുതെ ഈ സോഷ്യൽ മീഡിയ മാത്രം തള്ളിയിരുന്നിട്ടൊന്നും കാര്യമില്ല. കാര്യമായിട്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ നല്ലൊരു സിനിമ വരുമ്പം അതിനു വേണ്ടിയുള്ളൊരു തിയേറ്ററുകളിലേക്ക് ആളുകളെ എത്തിക്കാനുള്ളൊരു സംഭവ വികാസങ്ങളൊന്നും തന്നെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ചില സിനിമകളൊക്കെ 100 കോടി അർഹിച്ച സിനിമകളായിരുന്നു. കണ്ണൂർ സ്ക്വാഡായാലും ഭീഷ്മപർവ്വം ആയാലും ഇപ്പോൾ അവസാനം ഇറങ്ങിയ കുറേ അധികം സിനിമകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി മേക്കിംഗ് കൊണ്ട് ഇപ്പം ഭ്രമയോഗമൊക്കെ ഞെട്ടിച്ച സിനിമകളാണ്. പക്ഷേ ഈ സിനിമകൾക്കൊന്നും തന്നെ അതിന് അർഹമായിട്ടുള്ളൊരു കളക്ഷൻ ഗ്രോത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഓപ്പണിംഗ് ഡേയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ കാര്യത്തിൽ നോക്കുമ്പം 5ാം സ്ഥാനത്ത് മാത്രമാണ് ടർബോ എന്ന് പറയുന്ന സിനിമ വന്നിരിക്കുന്നത്. ഇതൊന്നും മമ്മൂക്ക പോകാൻ പാടില്ല. 1 or 2 സിനിമ ഞങ്ങൾക്ക് ഈ റെക്കോർഡുകളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു റിസൾട്ട് തന്നതിന് ശേഷം മാത്രമേ മമ്മൂക്ക കളം വിടാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന. ഒന്ന് ഡൊമിനിക് ആൻഡ് പേഴ്സ്, ലേഡീസ് പേഴ്സ്, അത് 20 കോടി മാത്രമാണ് കളക്ഷനായിട്ട് നേടിയത്. അതിൻ്റെ ബഡ്ജറ്റും അത്രയും തന്നെയായിരുന്നു. ബസൂക്ക വലിയൊരു പ്രതീക്ഷയായിരുന്നു. ടെക്നിക്കൽ പരമായിട്ട് എല്ലാ തരത്തിലും ന്യൂജൻ സിനിമയായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ അതിനും എന്തുകൊണ്ടോ ഈ ആരാധകരൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിലും 28 കോടി രൂപ മാത്രമാണ് അതിൻ്റെ കളക്ഷൻ. അതിൻ്റെ ബഡ്ജറ്റും അത്ര തന്നെയാണ്. അപ്പോൾ ആ സിനിമയും ഒരു ഫ്ലോപ്പായിട്ട് നിൽക്കുവാണ്. കഴിഞ്ഞ വർഷം പക്ഷേ 3 സിനിമകൾ ഇറങ്ങി. ഭ്രമയുഗം ഇറങ്ങിയായിരുന്നു, ഓസ്ലർ ഇറങ്ങി, ടർബോ ഇറങ്ങി. ഇത് 3ഉം നല്ല രീതിയിലുള്ള കളക്ഷൻ ഗ്രോത്ത് നേടുകയും 3ഉം നല്ല ഹിറ്റായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ വർഷം മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ടോ അന്യം നിൽക്കുവാണ്. ഇനിയുള്ള കളങ്കാവലും MMM എന്ന് പറയുന്ന സിനിമയും കയറി കൊടുത്തിട്ടെ. 3 കാര്യങ്ങൾ, അതായത് 100 കോടി ക്ലബിലെത്തുകയും 50 കോടി കേരളത്തിൽ നിന്നും മാത്രം നേടുകയും ആദ്യ 10ൽ, അതായത് വേൾഡ് വൈഡ് കളക്ഷൻ്റെ കാര്യത്തിൽ ആദ്യ 10ൽ മമ്മൂക്കയുടെ ഒരു ചിത്രം എത്തുകയും ചെയ്യണം. അത് ഞങ്ങൾ കിട്ടിയേ പറ്റൂ മമ്മൂക്ക. ഇനി എന്നാണ്? ഞങ്ങൾ കാത്തിരുന്ന് മടുത്തു. കുറേ ആരാധകർ ഇങ്ങനെ സോഷ്യൽ മീഡിയ തള്ളുന്നതല്ലാതെ കാര്യമായിട്ടൊരു തിയേറ്റർ കൂളിളക്കം ഉണ്ടാക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ കൂളിളക്കം ഉണ്ടാക്കി ഒരു കളക്ഷൻ കൊയ്ത്ത് നടത്തുന്ന ഒരു സിനിമ മമ്മൂക്കയിൽ നിന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിയേ പറ്റൂ. എന്നും മമ്മൂക്ക പോയിട്ടില്ല. മമ്മൂക്ക ലൈവായിട്ട് തന്നെ ഞങ്ങൾക്കൊപ്പം സിനിമ ആക്ടർ എന്ന നിലയിൽ കാണണം. മെഗാസ്റ്റാർ തുടരണം. അതുതന്നെ. ബൈ ബൈ.